യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന വചനഭാഗം ഗലാത്യ 6:7 അതായത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണോ ദുഃഖമാണോ എന്ന് നമ്മെ ആശ്രയിച്ചിരിക്കും. ഈ വചനഭാഗം പറയുന്നത് നാം എന്തു വിതയ്ക്കുന്നോ നാം അത് കൊയ്യുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിവസം പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം, ഞാൻ നല്ലത് മാത്രമേ പറയുള്ളൂ, നല്ലത് മാത്രമേ ഇന്ന് ചെയ്യുള്ളൂ. എങ്കിൽ നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നന്മ എന്നിൽ പൂർണ്ണമായിട്ടും നിറയും. തിന്മ വരുന്ന ഏതൊരംശം ഇന്നെൻ്റെ മനസ്സിലേക്ക് വരുന്നു, അവിടെ കോട്ട കെട്ടണം. തിന്മ പറയുവാനോ തിന്മ പ്രവർത്തിക്കാനോ ഇടവരുത്താതെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് നന്മ മാത്രം ചിന്തിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന സർവ്വ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നന്മയിൽ മാത്രം നിറയുവാൻ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും. മറക്കരുത്, ഈ വചനഭാഗം ധ്യാനിച്ച് കഴിയുമ്പോൾ ഇത് മറ്റു മക്കളെ പങ്കുവെക്കണം കേട്ടോ. അവരുടെ ജീവിതത്തിലും ഇന്ന് നന്മ നിറഞ്ഞ ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.